ആ അവസ്ഥയിൽ വന്നിട്ട് വേണം വചനം കേൾക്കാൻ എന്നല്ലേ. അത് കേൾക്കണമെങ്കിൽ ഹൃദയം തുറക്കണം. വെളിപാട് 3:19 പറഞ്ഞിരുന്നു, അനുതാപവും തീഷ്ണതയിലാണ്. അവർ ഹൃദയം തുറക്കാൻ മാത്രമേ വചനം ഗ്രഹിക്കാൻ സാധ്യമാകരുത്. എളിമയും അനുതാപവും ഇല്ലെങ്കിലും വചനമൊന്നും ഗ്രഹിക്കാൻ സാധ്യമല്ല, ബുദ്ധിയിൽ വന്നതല്ല. അതുകൊണ്ട് ഓരോരുത്തരും കുഞ്ഞുങ്ങളെ പോലെ ആവണം, എന്നിട്ട് വേണം വചനം കേൾക്കാൻ. അല്ലെങ്കിൽ വേണ്ട, ഈശോ പറയുന്നത് അങ്ങനെയല്ലേ, മത്തായി 7:6 വിശുദ്ധമായതൊന്നും പട്ടിക്കും പന്നിക്കും കൊടുക്കാനല്ല, അത് കൊടുത്താലോ നിങ്ങളെ ആക്രമിക്കണം. അപ്പൊ വചനം ഗ്രഹിക്കാനായിട്ട് നന്നായി വളരെ മൂന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പരമാവണം. മാറ്റം വേണം നമുക്ക്. റോമർ 12:2 ഈ ലോകത്തിന് അനുഭവപരാകുന്നെല്ലാം പറയുന്നതാണ്. ഈ ലോകത്തിന്റെ കുറിച്ചല്ല ദൈവരാജ്യം. അതുകൊണ്ടാണ് ദൈവരാജ്യം അനേകർക്ക് കിട്ടാത്തത്. മത്തായി 15:25 വരുന്ന വചനവും ലൂക്കാ 10:21 വാക്യത്തിലും ദൈവങ്ങളിൽ നിന്ന് വിജ്ഞാനികളിൽ നിന്നെല്ലാം മറച്ചു വെച്ച് ആണ് കർത്താവ് ശിഷ്യന്മാരായിരുന്നവർ ഏത് മത്സ്യത്തൊഴിലാളികളെടുത്തത് വരാം ഒരു വഴിയായില്ല. അവരെ കർത്താവ് എടുക്കുകയുള്ളൂ. യേശുവിന് ആവശ്യം ഹൃദയമാണ്. അനിയത്തി കാര്യം അറിഞ്ഞോളൂ. എല്ലാവരുടെ വിചാരം പറഞ്ഞു ഡിഗ്രി PhD DD എല്ലാം എടുത്താൽ കിട്ടുന്ന തിയോളജി പഠിച്ചാൽ അല്ലെങ്കിൽ ഫിലോസഫി പഠിച്ചാൽ യേശുമായി അകലിക്കുന്നത് ഹൃദയമാണ് കർത്താവിന് ആവശ്യം. അതാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. മത്തായി 11:28-30 വചനം ലോകമായ ഹൃദയമാണ്. അതാണ് പ്രവാചകനെ കൂടി പറയുന്നത്. 36 വാക്യം എന്റെ ഹൃദയം ലളിതമാണ്, ലോകമാണ്, ഹൃദയമാണ്. ഏറ്റവും മെച്ച വസ്തു നമ്മുടെ ഹൃദയമാണ്. ഓരോരുത്തരുടെയും എന്റെയും നിങ്ങളുടെയും. അതാണ് ജനനീയ പ്രവാചകനെ കുറിച്ച് സംസാരിക്കുന്നത്. 9-ാം വാക്യം ഏറ്റവും മെച്ച വസ്തുവാണ്. ഇതിരിച്ചു പഠിക്കുകയാണ് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി. എബ്രായർ 4:18 വചനം ഇതിനുള്ളതാണ്, ഊർജ്ജമാണ്, വെട്ടി തകർക്കുകയാണ് വചനം. വചനം പ്രഭൂഷക്കൂടി വേണം ജീവിതത്തിന്റെ ശക്തി അറിഞ്ഞുകൂടാ. ഒന്ന് കൊറിന്തോസ് 4:8 മിസ്റ്റർ പൗലോസ് പറയുന്നത് ദൈവ ശക്തിയിലാണ്, വാക്കിലല്ല. ഈ ശക്തി ആർക്കും കിട്ടാത്ത കാര്യമാണ്. ബുദ്ധിയിലെല്ലാം കൈകാര്യം ചെയ്യുന്ന വചനം പറയുന്നവന്ന് വിശ്വാസം വിട്ടുപോകുന്നു. വിശ്വാസത്തിന്റെ കുറവാണ്. ഒന്ന് കൊറിന്തോസ് 10:9 വിശ്വാസപരമാണ്. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഹൃദയം ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ച് വരുമ്പോൾ അവസാനം ഉണ്ടാകുന്നതാണ് എന്താണെന്നറിയാമോ? ലോകശക്തിയാണ്, വികാരങ്ങൾ. അതുകൂടി എടുത്ത് കളയും. അതാണ് വചനം കേൾക്കുമ്പോൾ യോഹന്നാൻ 15:2-3 വചനം കേൾക്കുമ്പോഴാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഈ വചനം ഇങ്ങനെ വന്നുകൊണ്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വിശ്വാസം വരും? ആരും പഠിക്കുന്നുണ്ടല്ലോ വിശ്വാസം പറയാനൊന്നും വരില്ല. വിശ്വാസം റോമ 10:17 കേൾവി കൂടിയാണ് വിശ്വാസം വരുന്നത്. കേൾവി അയാളെ വചനം വായിക്കണമെന്ന് പറയുന്നത്. ഒരു 3 ദിവസം ആകുമ്പോൾ സഹോദരി കഴിഞ്ഞ ബൈബിളെടുക്കുമ്പോൾ ഉറക്കം വരുന്ന വായിക്കുന്നത്. ബൈബിളെടുക്കുമ്പോൾ ഉറക്കം വരും. ഒരു ഏറ്റവും നല്ല മരുന്നാണ് ബൈബിൾ. പറഞ്ഞ ഒരു ഡോക്ടറിനും ബൈബിൾ എടുത്താൽ മതി, അപ്പോൾ ഉറക്കം വരും. അതാണ് വിശാസിന്റെ തന്ത്രം. വിശാസില്ലെന്ന് വിളിച്ചു പറയുന്നത് ഏറ്റവും വലിയ തന്ത്രമാണ്. 1 ആദ്യ കാലത്തൊന്നും അത്രയും ധൈര്യമായി പറയില്ലായിരുന്നു. കാരണം മുഖം നോക്കുമായിരുന്നു. കർത്താവിന്റെ ശക്തി വന്ന പിന്നെ മുഖം നോക്കമില്ല. 2 കൊറിന്തോസ് 2:17 വായിച്ചെടുക്കാത്ത വചനമായിരിക്കണം എവിടെയും കൊടുക്കേണ്ടത്. വചനത്തിന്റെ ശക്തി അവർ തന്നെ അനുഭവിക്കുന്നില്ല. വചനം ഭയങ്കരമാണ്. വചനം വരുമ്പോ ജർമ്മി 23:29 പാറ തകർക്കുന്ന പോലെയാണ് വചനത്തിന്റെ ശക്തി. വചനത്തിന്റെ ശക്തിയാണ് നാക്കിനെ നിയന്ത്രിക്കണം. യാക്കോബ് 3:2 അത് നിയന്ത്രിക്കാതെ നമ്മൾ ഇത്ര ഓരോരുത്തർ പറയുന്നത് സൗകര്യം ഞങ്ങൾ പഠിക്കണമെങ്കിൽ വീട്ടിൽ പോയി പഠിക്കാം. ഭർത്താക്കന്മാരുടെ ജോലി 1 കൊറിന്തോസ് 14:34 നാക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ സഹോദരി പറഞ്ഞ ഉറക്കം വരുന്നതാണ്.
അപ്പൊ പലർക്കും അവിശ്വാസികളാണ്, വേറെ പറയുന്ന ഇല്ല. അപ്പൊ അവിടെ നിൽക്കുന്ന എല്ലാവരും ഞാൻ വിളിച്ചു പോയി. ഇതൊക്കെ ഉണ്ടായിരുന്നു, കന്യാസ്ത്രീ ഉണ്ടായിരുന്നു, അവരാണ് സംശയിച്ചത് ഇതൊക്കെ സത്യമാണ് ഇല്ല. എല്ലാവരും വിളിച്ചു പോവുക. എന്താ സഹോദരിയോട് പറഞ്ഞു, ഒരു ബൈബിൾ എടുത്തു, നിങ്ങൾ കാണിച്ചിട്ട് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഉറയിക്കുന്നവർ ബൈബിൾ വായിക്കുന്നോ ഉണ്ടോ? ബൈബിളിന്റെ ശക്തിയാണ്, വചനമാണ് ബൈബിള്, വചനം യേശുവാണ്. വെളിപാട് 19:13. അതുകൊണ്ടാണ് ഈ വചനം എടുക്കുന്നതിന് യേശുവിനെ കയ്യിലെടുക്കുന്നുണ്ട് ബൈബിൾ. വചനം കേൾക്കുമ്പോഴാണ് ആദ്യം വചനം ഉണ്ടായിരുന്നത്. ആദ്യം ആരാണ് ഉണ്ടായിരുന്നത്? വചനം ആരാണ്? വചനം ഏതാണ്? മറന്നുപോയി. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഓർമ്മ കിട്ടാനായിട്ട്. നന്നായി അവനെ ദൈവത്തെ കാണുന്നു വരും. ഒരു പുസ്തകം നോവൽ വായിക്കാൻ പിന്നെ എവിടെ അങ്ങനെ കിട്ടും? ശുദ്ധീകരിക്കുക, എളിമ വരണം. മത്തായി 5:3 ആത്മാവിൽ ചെറുതാൻ ഭാഗ്യവാൻ. എളിമയിലേക്ക് ഒരു പരിപാടിയും നടക്കുകയാണ്. അതുകൊണ്ടാണ് ആർക്കും ഒന്നും കിട്ടാത്തത്. തലേ തൊപ്പി മാത്രം ഗംഭീരമല്ല. യാക്കോബ് 4:6 സത്യമുള്ള വേണം. എളിമ തുടങ്ങുന്ന നിങ്ങൾ പ്രാപിച്ചു. ഇതാണ് ഈശോ കാണിച്ചത്. കാലുകൾ കഴിഞ്ഞു മക്കളും എല്ലാ ശിഷ്യന്മാരുടെ കാലുകൾ യോഹന്നാൻ 13:1-15 വേണം. ഇതുപോലെ ചെയ്താൽ മാത്രമേ നീ എന്റെ ദാസനാവുള്ളൂ. അതിൽ 1-15 മനം കാണാപ്പുറം പഠിക്കണം. എളിമ വരാനായിട്ട് മറ്റുള്ളവരെ ബഹുമാനിക്കുക. നാം ഇല്ലാതെ വരണം. യോഹന്നാൻ 3:30 എല്ലാവരും ഏറ്റവും താഴോട്ടും നാം മുകളിലോട്ടുമാണ് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ടാണ് യോഹന്നാൻ 3:30 നീ ഡിക്രീസ് ജീസസ് ഇൻക്രീസ് എന്ന് പറയുന്നത്. യേശു വലുതാകണം. ആ ആത്മാവിന്റെ വളർച്ചയാണത്. അപ്പൊ മനുഷ്യന്മാരി ഒരിക്കൽ വന്നാൽ അതിനെ വളർത്തണം. അതിനാദ്യം നാക്ക് നിയന്ത്രിക്കണം, കണ്ണിനെ നിയന്ത്രിക്കണം. 11:33-34 പിന്നെ ചെയ്ത കാലിനെ നിയന്ത്രിക്കണം. വേണ്ടാത്ത സ്ഥലത്ത് ഓടിപ്പോകരുത്. 14:10 അപ്പൊ വാഞ്ചനെ കേൾക്കണമെങ്കിൽ ആദ്യം ഹൃദയം തുറക്കണം. അതിനെ പ്രാർത്ഥിക്കണം. വചനം ലഭിക്കുക. പറയുന്ന പോലെ വചനം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ഹൃദയം തുറന്ന് ചിലപ്പോ കരഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാതെ അതിന്റെ കരയും അല്ലേ? ഈശോയ്ക്ക് വേണ്ടി കരയാൻ കഴിയില്ല, ഹൃദയം കൊടുക്കാനും കഴിയില്ല, പ്രാർത്ഥിക്കാനും കഴിയില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ആദ്യം വരുന്ന ഹൃദയം കിട്ടുമോ? വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് പശ്ചാത്താപം. അത് കിട്ടാനായിട്ടൊക്കെ പ്രാർത്ഥിക്കണം. 2 കൊരിന്തോസ് 7:12 ദൈവഹിത പ്രകാരം വേണ്ട കൃപ കിട്ടാൻ. പണമൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള പ്രാർത്ഥനയില്ലേ, അത് മനഃശാസ്ത്രത്തിന്റെ അല്ല. അതാ കിട്ടാനായിട്ട് മകളെ കിട്ടിക്കണം, അല്ലെങ്കിൽ സ്വർണ്ണമായിരിക്കണം, അവന് വേറെ കടം കിട്ടണം. അത് ദൈവഹിത കർത്താവ് നിങ്ങളെ വിളിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് അതിനാണ് യോഹന്നാൻ 6:44-65 പിതാവിൽ നിന്ന് ആകർഷണവും കൃപയും തരും. അത് സ്വർഗത്തിൽ നിന്ന് തന്നെ വരണം. യോഹന്നാൻ 3:27 അതാണ് കരുണയും കൃപയില്ലാതെ ഒന്നും സാധ്യമല്ലെന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന കരുണയും കൃപയുമാണ്. 4:16 ഈ കരുണ ഈ കൃപ മാത്രമാണ് നമ്മുടെ സ്ഥാനം. ഞാനൊക്കെ ഇവിടെ വന്നിട്ട് ഞങ്ങളൊക്കെ വന്നിരിക്കുന്ന കൃപയിലാണ്. അല്ല ഓരോ ഒരു സാധനം ഞങ്ങളുടെ കയ്യിലില്ല. ഓരോ തരാനുണ്ടോ? ഇല്ല, കൃപ മാത്രം. പക്ഷെ ആ കൃപ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. 1 Corinthians 15:10 പറഞ്ഞില്ല. അതുപോലെ നിങ്ങളുടെ എല്ലാം ദൈവത്തിന്റെ കൃപ വരണം. ഈ കൃപ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ കിട്ടുമോ? കണ്ണു മുടച്ചിട്ട് പുറത്തെഴുതിയിട്ട് പല വീട്ടുകാരും ഓർത്തുകൊണ്ടിരുന്നാൽ കിട്ടിയല്ല. ആദ്യം വിശുദ്ധിയിലോട്ട് വരണം. വിശുദ്ധിയിലാണ് ഈശോയുടെ